എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് 4 Pillars of Education recommended by UNESCO. UNESCO is a specialized agency of the United Nations aimed at promoting world peace and security through international cooperation in education, sciences and culture. എന്താണ് യുനെസ്കോ? യുനെസ്കോയുടെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. യുനെസ്കോയുടെ ഫുൾ ഫോം മറക്കാതിരിക്കുക. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫ്രാൻസിലെ പാരീസിലാണ്. ഇത് നവംബർ 16, 1945 ഫോം ചെയ്തത്. അപ്പോൾ മറക്കാതെ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. യുനെസ്കോയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫ്രാൻസിലെ പാരീസിൽ. എന്നാണ് ഫോം ചെയ്തത്? 1945 നവംബർ 16. യുനെസ്കോ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയാണ്. എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഫോർ പ്രൊമോട്ടിംഗ് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി. ലോക സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയാണ് യുനെസ്കോ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സയൻസസ് ആൻഡ് കൾച്ചർ. എന്തിലൂടെയാണ് അവർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്? ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ, ശാസ്ത്ര പുരോഗതിയിലൂടെ, നമ്മുടെ സംസ്കാരത്തിലൂടെ. ഇത് മൂന്നുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. The 4 pillars of learning are the fundamental principles for reshaping education. വിദ്യാഭ്യാസത്തെ ഉടച്ചു വാർക്കുന്നതിന് വേണ്ടി 4 പില്ലേഴ്സാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടത്. The 4 pillars of education are learning to know, learning to do, learning to be, learning to live together. 4 ഏതെങ്കിലും എളുപ്പത്തിലുള്ള ഷോർട്ട് ഫോം ഒക്കെ ഉപയോഗിച്ച് മറക്കാതെ ഓർത്തിരിക്കുക. അപ്പം KDLB, ലേണിംഗ് ടു നോ, ഡു, ബി, ലിവ് ടുഗദർ. ഈ 4 4 pillars of education. ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ലേണിംഗ് ടു നോ. It implies learning how to learn by developing one's concentration, memory skills and ability to think. എന്താണ് ലേണിംഗ് ടു നോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിക്കുന്നതാണ് ലേണിംഗ് ടു നോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും സെൻസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പല രീതിയിലാണ് നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ഓരോ കാര്യങ്ങളും അറിയുന്ന വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയും രീതികളിലൂടെയല്ലേ. അതിനെയാണ് അവർ ലേണിംഗ് ടു നോ എന്ന് പറയുന്നത്. How to learn by developing one's concentration, memory skills and ability to think. നമ്മുടെ ചിന്തിക്കാനും ഓർത്തുവെക്കാനും നമ്മുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ശ്രദ്ധ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഏതെല്ലാം വിധത്തിലാണെന്നുള്ളതാണ് ലേണിംഗ് ടു നോ എന്നതിലൂടെ യുനെസ്കോ ഉദ്ദേശിക്കുന്നത്. Every individual has hidden talents such as memory, reasoning, imagination, physical ability, aesthetic sense, aptitude to communicate, etc. നമ്മൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ചിലർ മാത്രമേ അതിനെ പോളിഷ് ചെയ്ത് നന്നായിട്ട് നറിഷ് ചെയ്ത് എടുക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെ മജോറിറ്റി ആളുകൾക്കും എന്താണ്, ഈ ഉള്ള സ്കിൽസ് എല്ലാം ആരും തിരിച്ചറിയപ്പെടാതെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തിരിച്ചറിയാനും അവ വേണ്ട വിധം പരിപോഷിപ്പിക്കാനുള്ള കഴിവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ത്രൂ ഡിഫറെൻറ്റ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിലൂടെയാണോ? അല്ല, വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങളിലൂടെ വേണം നമുക്ക് ഈ കഴിവുകൾ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി. ഗെയിംസ്, വർക്ക് എക്സ്പീരിയൻസസ്, ട്രാവൽ, പ്രാക്ടിക്കൽ സയൻസ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ്? പലതരത്തിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ കളിക്കുന്നതിലൂടെ കിട്ടുന്ന അതേ അനുഭവങ്ങളാണോ നമുക്ക് യാത്രയിലൂടെ കിട്ടുന്നത്? അല്ല, ഓരോ വ്യത്യസ്തമായിട്ട് അനുഭവങ്ങളിലും നമ്മൾ ഓരോന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള പാഠ്യപദ്ധതികൾ ഒരു കരിക്കുലത്തിൽ വേണം എന്ന് പറയുന്നത്. വേരിഡ് കരിക്കുലം, ഡിഫറെൻറ്റ് സബ്ജക്റ്റ് മാറ്റർ, ലൈബ്രറി ആക്ടിവിറ്റീസ്, ലബോറട്ടറി ആക്ടിവിറ്റീസ്, പ്ലേ ഗ്രൗണ്ട് ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. ഇത് കൂടാതെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അതിൽ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാം, പ്രോബ്ലം സോൾവിങ്, ലബോറട്ടറി മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിങ്, ബസ് സെക്ഷൻ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ. അതിനെയാണ് ലേണിംഗ് ടു നോ എന്നതുകൊണ്ട് യുനെസ്കോ ഉദ്ദേശിക്കുന്നത്.
എന്താണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്? ലേണിംഗ് ഹൗ ടു ലേൺ. അടുത്താണ് ലേണിംഗ് ടു ഡു. ഇറ്റ് ഇംപ്ലൈസ് to provide the skills that would enable individuals to effectively participate in the global economy and society. എന്താണ് ലേണിംഗ് ടു ഡു എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു ലേണിംഗ് ടു നോ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം. അതാണ് ലേണിംഗ് ടു ഡു. ലേണിംഗ് മസ്റ്റ് ട്രാൻസ്ഫോം സർട്ടിഫൈഡ് സ്കിൽസ് ഇൻ ടു പേഴ്സണൽ കോമ്പിറ്റൻസ്. എങ്ങനെയാണ്? നമ്മൾ ഒരു കോഴ്സ് പാസ്സായിട്ട് ആ സർട്ടിഫിക്കറ്റ് മാത്രം നമ്മുടെ കയ്യിൽ മതിയോ? അല്ല, നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്നാൽ മാത്രമേ നമ്മളത് പഠിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തുള്ളൂ. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിലേക്ക് ഉയർന്നു വരുന്നതിനെയാണ് ലേണിംഗ് ടു ഡു എന്ന് പറയുന്നത്. It is assessed by looking at a mix of skills and talents. That means interpersonal skills like social behavior, personal initiatives, willingness to take a risk, communication skills, problem solving skills, adaptability, social responsibility, leadership skills, etc. ലേണിംഗ് ടു ഡു എന്നതുകൊണ്ട് യുനെസ്കോ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു എഞ്ചിനീയർ പഠിച്ച് ഇറങ്ങി സർട്ടിഫൈഡായി, എന്നിട്ട് അദ്ദേഹത്തിന് ഒരു പാലം പണിയാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പണിയാൻ സാധിച്ചില്ല എങ്കിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മുടെ സ്കിൽസ് നന്നായിട്ട് സോഷ്യലി യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് ലേണിംഗ് ടു ഡു എന്ന് പറയുന്നത്. അതിൽ സോഷ്യൽ സ്കിൽസ് ഉണ്ട്, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഉണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, ജീവിതത്തിൽ ഓരോ റിസ്കുകൾ എങ്ങനെ ഏറ്റെടുക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, നമ്മുടെ സമൂഹത്തിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, ലീഡർഷിപ്പ് സ്കില്ല്, ഇതെല്ലാം കൂടെ ഒത്തുചേരുന്നതിനെയാണ് ലേണിംഗ് ടു ഡു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ലേണിംഗ് ടു ബി. To provide self-analytical and social skills to enable individuals to develop to their fullest potential psychosocially, affectively, as well as physically for an all-round complete person. ലേണിംഗ് ടു ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദാൻ ഇൻഡിവിജ്വൽ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ഡെവലപ്മെന്റ് ഇവർ പറയുന്നുണ്ട്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, അങ്ങനെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ലേണിംഗ് ടു ബി എന്നുള്ള കോൺസെപ്റ്റ്. The aim of the development is the complete fulfillment of man and his development in a holistic way as an individual, member of a family and a community, and as a responsible citizen. ഒരു വ്യക്തിയുടെ പൂർണ്ണ പുരോഗതിയും വളർച്ചയും ഒരു വ്യക്തിയായിട്ട്, ഒരു ഫാമിലി മെമ്പറായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരാളായിട്ട്, ഏറ്റവും ഉപരിയായിട്ട് ഒരു നല്ല സിറ്റിസണാക്കി മാറ്റാനുള്ളതിനെയാണ് ലേണിംഗ് ടു ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പില്ലറാണ് ലേണിംഗ് ടു ലീവ് ടുഗദർ. ഇറ്റ് ഇംപ്ലൈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് ടു ലീവ് ഇൻ പീസ് ആൻഡ് ഹാർമണി. സ്നേഹത്തിലും സാഹോദര്യത്തിലും മനുഷ്യർ ജീവിക്കുന്നതിനെയാണ് ലേണിംഗ് ടു ലീവ് ടുഗദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Education should help in inculcating a spirit of empathy in students so that it can have a positive effect on their social behavior throughout their lives. വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻകൾക്കേറ്റിംഗ് എ സ്പിരിറ്റ് ഓഫ് എംപതി. നമ്മൾക്ക് മറ്റുള്ളവരുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനും കാര്യങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മളുടെ ബിഹേവിയറിൽ വേണ്ട ചേഞ്ചസ് ഉണ്ടാക്കാനും ഉള്ളൊരു പോസിറ്റീവ് എഫക്റ്റിനെയാണ് ലേണിംഗ് ടു ലീവ് ടുഗദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Understanding each other, resolving conflicts through dialogue and discussion should be the essential tools of the present day education. എന്തൊക്കെയായിരിക്കണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലത്തിലെ മുഖ്യമായിട്ടുള്ള ഘടകങ്ങൾ? അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ, പരസ്പരം മനസ്സിലാക്കാനും, റിസോൾവിങ് കോൺഫ്ലിക്ട്സ് ത്രൂ ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ, എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്? പറഞ്ഞ് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് യുനെസ്കോ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ ആൻഡ് റിസോൾവിങ് കോൺഫ്ലിക്ട്സ് ത്രൂ ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ. Values that are to be developed among the students are non-violence, cooperation, selfless attitude, accepting human diversity, instill an awareness of the similarities and interdependence of all people. എത്ര വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ ജീവിച്ചാലും മനുഷ്യർ എന്നുള്ളത് ഒന്ന് തന്നെയാണ് എന്നുള്ളത്
കുട്ടികളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് യുനെസ്കോ പറഞ്ഞത്. ആൻഡ് ഇന്റർഡിപെൻഡൻസ് ഓഫ് ഓൾ പീപ്പിൾ, നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മറ്റുള്ളവരെ ആശ്രയിച്ചും അവരിൽ നിന്ന് സഹായം ഉൾക്കൊള്ളുകൊണ്ടും അവരെ സഹായിക്കേണ്ടതുമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണമെന്നാണ് യുനെസ്കോ അഭിപ്രായപ്പെട്ടത്. പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലുമാണ് ഓരോ വ്യക്തികളും ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ സമൂഹവും ഓരോ രാജ്യവും ജീവിക്കേണ്ടതെന്നാണ് യുനെസ്കോ പറഞ്ഞത്. നമ്മൾ യുനെസ്കോയുടെ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ബി ആൻഡ് ലേണിംഗ് ടു ലീവ് ടുഗദർ. ലേണിംഗ് ടു നോ എന്ന് വെച്ചാൽ എന്താണ്? ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിക്കുകയാണ്. അടുത്ത ലേണിംഗ് ടു ഡു, സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി എങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം എന്നതാണ് ലേണിംഗ് ടു ഡു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ലേണിംഗ് ടു ബി, നമ്മുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളായിട്ട് പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ആ ഒരവസ്ഥയാണ് ലേണിംഗ് ടു ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ലേണിംഗ് ടു ലീവ് ടുഗദർ, എല്ലാവരും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമയോടെ ജീവിക്കുന്നതിനെയാണ് ലേണിംഗ് ടു ലീവ് ടുഗദർ എന്നുകൊണ്ട് യുനെസ്കോ ഉദ്ദേശിച്ചത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. താങ്ക്